അസ്സലാമലൈക്കും. ഈദ് മുബാറക്. അപ്പൊ നമ്മൾ ഇന്ന് ഈദ് സ്പെഷ്യൽ വ്ളോഗ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ചെറിയൊരു ഈദ് പ്രോഗ്രാം ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കാണിക്കാം. ഡെക്കറേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ കലാപരിപാടി. സാധനം എന്താ ചെയ്യണം? ആദ്യം നോക്കിയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. പിന്നെ ജാബദാ പാട്ട് വെക്കാൻ പോകുന്ന ആദ്യം എന്നിട്ട് മുണ്ടില്ല, ഞാൻ ആദ്യം ചീത്ത വന്നു. സന ഫാത്തിമ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ മോർണിംഗിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂഷ്വൽ ഈദ് ആ ഒരു സംഭവം നിന്ന് വിട്ടുപിടിക്കാന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാല് ഈദിനെ നൈറ്റ് എൻജോയ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇതൊന്നല്ല, എന്റെ പ്ലാനൊക്കെ തെറ്റിച്ചിട്ട് ആമസോണിൽ ഇത് ലേറ്റ് ആയിട്ടാണ് അറൈവ് ആയത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വേറൊരു കൺസെപ്റ്റിലേക്ക് പോയത് ഞങ്ങള്. പിന്നെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പൊ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വെയിറ്റ് ഫോർ അവർ ഈ സെലിബ്രേഷൻ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണാ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാ. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ബിരിയാണി ഉമ്മാന്റെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണിയുടെ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി എല്ലാരും തീർന്നു. നമ്മളെല്ലാരും വെച്ചിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ ഇതാ നമ്മള് ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ പുറത്തൊരു കൺസർവേറ്ററിയുടെ അവിടെ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഇത് കോൾച്ചസ്റ്ററിലാണ്, നമ്മളുടെ വീട്ടിലാണ്. അപ്പം എല്ലാവരും ഉമ്മയും സനയും ആബയും എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കണം. അവർ ആദ്യമായിട്ടാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് വന്നത്. അപ്പം അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ സച്ചു മാമ ഉണ്ട്, ഉപ്പ മാത്രമാണ് നമ്മളുടെ ഈദിന് മിസ്സിങ്. അങ്ങനെ ഈദ് നമ്മൾ കൂടുതൽ എന്നും എല്ലാ ഈദും ഇങ്ങനെ വീട്ടിലാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞങ്ങള് ഈദിന് സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളായിട്ട് ഫസ്റ്റത്തെ പരിപാടി ഇതാണ്. എന്താണ്, നമ്മള് ഫോറസ്റ്റ് കൂടെ ഉള്ളൊരു വാക്കാണ് ഞങ്ങളെ ഫസ്റ്റത്തെ പരിപാടി. അപ്പം നമ്മള് ഫോറസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് കുറച്ച് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു സാധനത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. പിന്നെ വേറൊരു സാധനത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് സാധനം. അതാ ബാക്കിൽ വരുന്നു. ബാക്കിൽ സൂം ചെയ്ത് കാണിക്കൂ, സൂം ചെയ്ത് കാണിക്കൂ. കണ്ടാ, ഇതിന്റെ പേര് പറയുന്നത് ഓക്കെ. അപ്പൊ നമ്മളെ യാത്ര നമ്മള് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ ഇടയിൽ നമ്മൾ സാധനം കാണിച്ചു കൊടുത്താം. അതിന്റെ പേര് പറയുന്നവർക്ക് ഒരു സമ്മാനം സനുവിന്റെ വക. ഒരു പുള്ളി കച്ചറുണ്ട്. ആ ചവിട്ടിയാൽ അങ്ങനത്തെ കാല് വെക്കണം. പിന്നെ കാല് വെക്കാൻ പാടില്ല. പിന്നെ പാട്ട് കരിയാണ് ഗൈസ്. സനാടെ ഐലാഷ് പറഞ്ഞു സന കരി. അപ്പൊ നമ്മള് എന്താ ഈദായിട്ട് ഞങ്ങള് കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തത്. മറ്റേത് എപ്പോഴും വീട്ടിലിരുന്ന് തിന്നാന്നുള്ളൊരു പരിപാടി മാത്രമേ ഞങ്ങള് ചെയ്യാറുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ഈദിന് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മള് വന്നത്, ഫോറസ്റ്റിൽ വന്നത്. ഫോറസ്റ്റില് നടക്കലാണ് മെയിൻ. അപ്പൊ നടക്കുന്ന സമയത്ത് നമുക്ക് കൊച്ചു പൂക്കൾ, കൊച്ചു മൃഗങ്ങളൊക്കെ കാണാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ നിങ്ങള് കാട് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യാം. കാട് ആർക്കൊക്കെയാണ് ഇഷ്ടം? അല്ലല്ല, ടീമാവും. ഇവിടെ 3 വഴിയുണ്ട്. ഈ 3 വഴിയിൽ കൂടെ 3 ടീമായിട്ട് പോവാൻ പോവാണ്. എന്നിട്ട് ഈ ക്യാമറ നമ്മള് 3 വഴി കൂടെ 3 ടീമായിട്ട് പോകും. എന്നിട്ട് നമ്മള് നമുക്ക് കാണാം ഏതൊക്കെ വഴി കൂടെ പോയിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ പോകണം. അപ്പൊ 3 ടീമായിട്ട് നമ്മളിപ്പോ ഡിവൈഡ് ചെയ്യാൻ പോകണം. എന്താ പറയുന്നത്? ഉമ്മക്ക് നാട് മിസ് നല്ലൊരു അന്തരീക്ഷം. ഞാനും സനയും സച്ചും മാമയും ഒരു ടീമാട്ടാ. അവര് വേറെ ടീം. ഇതാ പോണ്. ഞങ്ങള് പോണ വഴിയാണ്.
ശരിക്കും ഞങ്ങൾക്ക് അപ്പുറത്തെ വഴി കൂടെ പോവാ. ഓക്കെ പോവാ. ഞാൻ പോവാണ്. അവരങ്ങനെ പോയിട്ടാ. നമ്മൾ കാണുമോ നോക്കാം നമുക്ക്. മാമൊന്ന് മെല്ലെ പോ. ഞാനും സനയുണ്ട്. ഞാനും സന ഫാത്തിമ. അപ്പൊ ഇത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിട്ടാ നമ്മള് പ്ലാൻ ചെയ്ത. മാമ ഒരാൾ ബാക്കി ആണെന്നു. കണ്ട് നമ്മള് കണ്ടുകൂട്ടി. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്ന് അവരെ നമ്മള് മീറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ നമ്മള് 3 ടീമൊന്നും ആക്കിയില്ല. കാരണം അത്യാവശ്യം പേടിത്തൊണ്ടന്മാരായതുകൊണ്ട് നമ്മൾ 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മള് ചെയ്തത് കേട്ടോ. ഹായ്, വേറെ വഴിയില്ല ഗൈസ്. മാമ തീർവാതാരി പോലുണ്ട്. തിത്തിരിദേവി 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 വഴികാട്ട് തിത്തിരിദേവി 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 വഴികാട്ട് തിത്തിരിദേവി 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 വഴികാട്ട്. അതന്നെ അങ്ങനെ നമ്മൾ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഓട്ട മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മത്സരത്തിലും സച്ചന് ജയിച്ച് മാമയും സനുവും തോറ്റുപോയി. അങ്ങനെ നമ്മളിത് ആ ഫോറസ്റ്റ് ജേണി കഴിഞ്ഞ് പെട്ടെന്ന് എത്തി. ഫോറസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ അധികം ദൂരമുള്ള ഒരു ഫോറസ്റ്റുള്ള നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫോറസ്റ്റൊക്കെ പോയത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ നമുക്ക് ടൈം യാത്രക്കായിട്ടൊന്നും വന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ പിന്നെ വൈകുന്നേരം സെറ്റ് ചെയ്തതും അതിൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ ആഡൊക്കെ ചെയ്ത് സെറ്റാക്കി. പിന്നെ ഇതിലുള്ള എന്താ പറയുക, നാട്ടിലത്തെ കുറച്ച് കടികളൊക്കെ ഉണ്ട്. പൊന്നാനി സ്പെഷ്യൽ സ്നാക്സ്. ഇതൊക്കെ എനിക്ക് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. അതായത് കോയട, ബിസ്ക്കറ്റ് അപ്പം, പിന്നെ ഇതിൽ വെക്കാത്ത 2-3 സാധനമുണ്ട്. വെട്ട കേക്ക്, അതുപോലെ എന്താ അതിൻ്റെ ഫേവററ്റായ ചുക്കപ്പം. പുറത്തുനിന്ന് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണ് എല്ലാ പരിപാടിക്കുള്ളത്. പക്ഷെ എന്തോ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത്, കാരണം നമ്മൾ മോർണിംഗിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്പെഷ്യൽ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഞാൻ മുട്ട സുർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നു. ഉമ്മാൻ്റെ നാട്ടിലത്തെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കണം, ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നൊരു ഐറ്റമാണത്, പൊന്നാനി സ്പെഷ്യൽ. അതും ഇതിലുണ്ട് കേട്ടോ, അതും പറയാൻ മറന്നുപോയി. അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2-3 റീൽസൊക്കെ എടുത്തിരുന്നു. ഇപ്പം എല്ലാവരും കൂടെ ഒരു സെൽഫിയും അങ്ങനെയൊക്കെ എടുത്ത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നല്ല രാത്രി, അതായത് ഒരു 1 മണിക്കാണ് നമ്മൾ ഈ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തത്. നല്ല അടിപൊളി വൈബായിരുന്നു. കാരണം 1 മണിക്കെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഉറങ്ങി, നമ്മൾ മാത്രം ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ ഉപ്പാനെ നന്നായി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാ പരിപാടിക്കും ഒരു കളറാവാ ഉപ്പുണ്ടെങ്കിലാണ്. അപ്പോൾ ഉപ്പാനെ നന്നായി ഈ ഇതിന് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അടിപൊളിയാക്കി. ഉമ്മാൻ്റെ മാമാൻ്റെ ഒരുപാട് പഴയ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലി ടൈം കിട്ടി. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തുനിന്നും ഒരു ഗുഡ് ബൈ. കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര രാത്രി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് ഫോക്കസ് ചെയ്തൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.